ഹായ്, എൻ്റെ പേര് ശ്രേയാൻ. ഞാനൊരു ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈനറാണ്. ഞാന് എൻ്റെ ഇത്രയും വർഷത്തെ ജേണിയിൽ ഞാനിപ്പോൾ ഒരു 10 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഫ്രീലാൻസറാണ്. ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അബ്രോഡ് ബേസ് ചെയ്തിട്ടും ഒരുപാട് വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും വർഷത്തെ ഒരു ജേണിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കസ്റ്റമേഴ്സും എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും എല്ലാ കസ്റ്റമേഴ്സിനോടും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങളെപ്പോഴും ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ലോഗോ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി നിങ്ങൾ മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു നിങ്ങളൊരു നെയിം അവൈലബിലിറ്റി എന്തായാലും ചെക്ക് ചെയ്യുന്ന ഒരു ടൈം വരും. അതായത് നിങ്ങൾക്കൊരു നെയിം അവൈലബിലിറ്റി ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് അവൈലബിലിറ്റി നോക്കാതെയും ഒരു ബിസിനസ്സിന് ഒരു ബ്രാൻഡ് നെയിം സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഈ ഇപ്പം ഒരു ലൈക്ക് കേരളത്തിലുള്ള ഒരു സിറ്റുവേഷനൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബിസിനസ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പം ഈ ബ്രാൻഡിങ് എന്നൊക്കെ പറയുന്നത് ഒരു സെക്കൻഡറി തിങ് ആണ്. അതായത് ഒരു ബിസിനസ്സിന് അവരെ എന്താണോ പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന് പ്രയോറിറ്റി കൊടുക്കുകയും അതിൻ്റെ ലൈക്ക് എന്താണോ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ എല്ലാ എ ടു സെഡ് കാര്യങ്ങളും ഫിനിഷ് ചെയ്തതിന് ശേഷം, അതായത് എല്ലാം കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ലൈക്ക് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണം. ആ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് ബോർഡ്സ് അല്ലെങ്കിൽ ഒരു സൈനേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കും ബ്രാൻഡിങ്ങിനെ കുറിച്ച് പലരും ചിന്തിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരുപാട് എൻക്വയറീസും അങ്ങനെ ഒരുപാട് ക്ലയൻസുകൾ നമ്മൾക്ക് വരാറുണ്ട്. സോ അങ്ങനത്തെ ഒരു ക്ലയൻസിനെന്ന് പറഞ്ഞാൽ അത്രയും റഷ് ആയിരിക്കും. അവരുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര തീയതി നമുക്ക് ബ്രാൻഡ് ലോഞ്ച് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഓപ്പണിംഗ് ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്രാൻഡിങ് കംപ്ലീറ്റ് ചെയ്ത് തരണം. ഇതായിരിക്കും അവരുടെ ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ്ലി പറഞ്ഞ പോലെ എപ്പോഴാണോ നിങ്ങളൊരു ബ്രാൻഡ് അവൈലബിലിറ്റി, ബ്രാൻഡ് നെയിം അവൈലബിലിറ്റി ചെക്ക് ചെയ്യണേ, ആ ഒരു ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ബ്രാൻഡിങ്ങോ ലോഗോ ഡിസൈനോ എന്തായിക്കോട്ടെ. ലോഗോ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എപ്പോഴും ഒരു ചുരുക്കിയിട്ടാണ് അത് ചിന്തിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു ലോഗോ എന്നുള്ള രീതിയിൽ മാത്രം. ഒരു ബിസിനസ്സെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ലോഗോ എന്ന് പറയുന്നത് അതൊരു ലോഗോ മാത്രമല്ല, നിങ്ങളുടെ ഒരു ബ്രാൻഡ് വിസിബിലിറ്റി കൂടിയാണ്. നിങ്ങളൊരു ഫസ്റ്റ് ഒരു പ്രയോറിറ്റിയോ ഒരു പ്രൊഡക്ട്സോ സർവീസോ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ റെക്കഗ്നൈസേഷൻ കിട്ടുന്നത് മുഴുവൻ ആ ഒരു ബ്രാൻഡിങ്ങിലൂടെയാണ്. ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് എന്നറിയുന്നതും അതിൻ്റെ നമുക്കിപ്പം ഒരു അഡ്വർടൈസിങ് ഫീൽഡിലൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും മനസ്സിലാവും അതിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നുള്ളത്. നിങ്ങളൊരു 4 ആൾക്കാരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇന്ന ബിസിനസ്സാണ് ചെയ്യുന്നത്, ആ ബിസിനസ് ഇന്ന കാര്യങ്ങൾ ഇന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ വേണം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ബ്രാൻഡിങ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. നമ്മളൊരു ലോഗോ ഡിസൈൻ ചെയ്യുന്നു, അതിനെ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ബ്രാൻഡിങ് കംപ്ലീറ്റ് ആവുന്നില്ല.